നടൻ കൃഷ്ണകുമാറും കുടുംബവും കസിനും പിന്നെ ജൂലിയസ് സീസറും ഇതാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു ടോപ്പിക്. അപ്പൊ അതിന്റെ കാരണം നിങ്ങൾ പല ആൾക്കാർക്കും അറിയുമായിരിക്കും. ഇദ്ദേഹത്തിന്റെ ഫാമിലി, കൃഷ്ണകുമാറിന്റെ ഫാമിലി ഇപ്പൊ വീണ്ടും പുതിയൊരു വിവാദത്തിൽ പെട്ടിട്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ അറിയാം, നടിമാരായിട്ടുള്ള മക്കള് 4 പെൺകുട്ടികളും അവരുടെ അമ്മയും ഇദ്ദേഹം അടങ്ങുന്നതാണ് ഈ ഒരു ഫാമിലി. ആൻഡ് ഈ ഒരു ഫാമിലിക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറേ അധികം ആൾക്കാർക്ക് നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം അസൂയൊക്കെ തോന്നിയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഇവരുടേത്. മേ ബി അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കാം, മേ ബി ആ ഒരു ഫാമിലി എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഒരുമിച്ച് നിൽക്കുന്ന രീതി കണ്ടിട്ടായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ പ്രിഫറൻസ് കൊണ്ടായിരിക്കാം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഒരു സൈഡിൽ ഈ ഫാമിലി കോൺസ്റ്റന്റ് വിവാദങ്ങളിൽ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ വിവാദമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു വിവാദം എന്ന് പറയണത് അവരുടെ അമ്മയായിട്ടുള്ള സിന്ധു കൃഷ്ണയുടെ അമ്മ, അഥവാ ഇവരുടെ അമ്മുമ്മയെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം നടന്നതാണ്. അപ്പം ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്വി എന്ന് പറയുന്ന ഇവരുടെ കസിൻ, അവർ ഇപ്പം അമ്മൂമ്മയുടെ കൂടെയാണുള്ളത്. ആ കസിൻ നാട്ടിലോട്ട് കാനഡയിൽ നിന്ന് വരെയും ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു വീഡിയോ, ഞാൻ മെറ്റേണിറ്റി ലീവ് എടുത്തിട്ട് നാട്ടിലോട്ട് വന്നത് അമ്മൂമ്മയെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു രീതിയിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടയും. ആരും അമ്മൂമ്മയെ നോക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ബ്ലെയിം സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള അവരുടെ മകളായിട്ടുള്ള സിന്ധു കൃഷ്ണയുടെ മേലോട്ട് വരും. അങ്ങനെ ആ ഒരു ഇഷ്യൂവിൽ അമ്മയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഹാന കൃഷ്ണ ഒരു വീഡിയോ ചെയ്യും. ആ വീഡിയോ പിന്നെ വീണ്ടും എസ്കലേഷൻസ് ഉണ്ടാക്കി കുറേ പേര് ഇതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യും. തന്നി പിന്നെയും ഒരു അമ്മൂമ്മയെ വെച്ചിട്ട് അമ്മൂമ്മേനെ അഹന അങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, വളരെ മോശമായിട്ടാണ് അഹന പെരുമാറാറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നി പിന്നെയും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അങ്ങനെ അഹന കൃഷ്ണയ്ക്ക് അതിഭീകരമായിട്ടുള്ള പേഴ്സണൽ അറ്റാക്ക് സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഒരിക്കലും ഈ തന്വിയുടെ പക്ഷം പിടിക്കാനോ അഹനയുടെ പക്ഷം പിടിക്കാനോ യൂഷ്വൽ ഒരു റിയാക്ഷൻ വീഡിയോ അവർ പറഞ്ഞാൽ അത് ഇതൊക്കെ ചെയ്യാനൊന്നുമല്ല നമ്മൾ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഈ ഒരു മോബ് മെൻറ്റാലിറ്റീനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ജൂലിയസ് സീസറിൻ്റെ പേര് മെൻഷൻ ചെയ്തത്. ഞാൻ ലിറ്ററേച്ചറിന് പഠിക്കുന്ന സമയത്ത് എനിക്ക് നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി പഠിക്കാനും വായിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രസംഗത്തിൻ്റെ ഫസ്റ്റ് ലൈൻ കുറേ ആൾക്കാർക്ക് അറിയുമായിരിക്കും, വിച്ച് ഇസ് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മി യുവർ ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത്. അത് മാർക്ക് ആൻ്റണിയുടെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഈ ഒരു ഭാഗം, ആ ഒരു കഥയിലത്തെ ഈ ഒരു ഭാഗം മോബ് മെൻറ്റാലിറ്റിക്ക്, അല്ലെങ്കിൽ ഒരാൾക്കൂട്ടം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിന് ഭയങ്കര ക്ലാസിക് എക്സാമ്പിൾ ആയിട്ടാണ് ജൂലിയസ് സീസർ ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജൂലിയസ് സീസറിൻ്റെ അസാസിനേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേർഡറിന് ശേഷം അത് ചെയ്ത ബ്രൂട്ടസ് ഭയങ്കര പാട്രിയോട്ടിസം, ദേശസ്നേഹമൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം, സീസർ എന്തുകൊണ്ട് മരിക്കേണ്ടിയിരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു പ്രസംഗം ആൾക്കൂട്ടത്തിനെ അഡ്രസ്സ് ചെയ്തിട്ട് ചെയ്യാണ്. അപ്പം അത് ചെയ്ത് കഴിയുമ്പം അത് കേൾക്കുന്ന ആൾക്കാരുടെ മുഴുവൻ രക്തം ഇങ്ങനെ തിളച്ചിട്ട് അവർ സീസർ ഹാഡ് ടു ഡൈ, ബ്രൂട്ടസ് ഇസ് ഓണറബിൾ എന്നൊക്കെ ഉള്ള രീതിയിൽ, സീസർ മരിക്കേണ്ടവനായിരുന്നു, ബ്രൂട്ടസ് ഓണറബിൾ ആണ്, അദ്ദേഹം നമ്മുടെ ലീഡർ ആവേണ്ടവനാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കൂട്ടം റിയാക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ മാർക്ക് ആൻ്റണി വരുന്നു. മാർക്ക് ആൻ്റണി ഇതേ മോബിനെ അഡ്രസ്സ് ചെയ്തിട്ട് സംസാരിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഫസ്റ്റ് ലൈനൊക്കെയാണ് ഈ ഒരു ഫ്രണ്ട്സ്, റോമൻ, കൺട്രിമാൻ, ലെൻഡ് മി യുവർ ഇയേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇദ്ദേഹം സീസർ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, സീസർ എന്തൊക്കെ ഗിഫ്റ്റാണ് കൺട്രിമാന് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്നത്, എന്തുകൊണ്ട് അദ്ദേഹം ആവശ്യമായിരുന്നു എന്നുള്ള രീതിയിലും, ബ്രൂട്ടസിനെ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യാണ്ട് ബ്രൂട്ടസ് എന്തൊക്കെ പ്രശ്നങ്ങൾ ആണ് ചെയ്തത് എന്നുള്ള രീതിയിലുമൊക്കെ സംസാരിക്കുകയാണ്. അപ്പം അത്രയും നേരം ബ്രൂട്ടസ് പറഞ്ഞത് കേട്ടിട്ട് ബ്രൂട്ടസ് ഭയങ്കര ഓണറബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ കിൽ ബ്രൂട്ടസ് എന്നുള്ള രീതിയിലോട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ബ്രൂട്ടസിനെ കൊല്ലുക എന്നുള്ള രീതിയിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ആൾക്കൂട്ടം പല പ്രശ്നങ്ങളും വരുമ്പോൾ റിയാക്ട് ചെയ്യുന്നത്. അവർ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായിട്ട് ലോജിക് ഒന്നും എടുത്ത് ചിന്തിക്കാനായിട്ട് നിൽക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വാളും എടുത്ത് പോയി ആകെ പ്രശ്നം ഉണ്ടാക്കലാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇഷ്യൂവിലും വീണ്ടും അഹാന കൃഷ്ണയ്ക്കും അവരുടെ ഫാമിലിക്കും അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഒരു മോബ് മെൻറ്റാലിറ്റി തന്നെയാണ്. ആദ്യം തന്വി ഒരു വീഡിയോ ചെയ്തപ്പം എല്ലാവരും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്തു. അഹന ഒരു എക്സ്പ്ലനേഷൻ ഇട്ടപ്പോൾ എല്ലാവരും അഹനേനെ സപ്പോർട്ട് ചെയ്തു. വീണ്ടും തന്വി ഒരു വീഡിയോ ഒക്കെ ഇട്ടപ്പം അതിൻ്റെ ഉള്ളിൽ നോട്ട് നെസസറിലി അവരൊരു പ്രൂഫൊന്നും കാണിച്ചിട്ടില്ല, അമ്മമ്മേനെ അങ്ങനെ വിളിച്ചു ഇങ്ങനെ വിളിച്ചു എന്നൊക്കെ ഉള്ളത് അമ്മമ്മ വായിച്ച് കേൾപ്പിക്കുക, അല്ലാണ്ട് അതിനൊരു പ്രൂഫൊന്നും അങ്ങനെ കാണിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല, അതിഭീകര പ്രൂഫുകളൊന്നും കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ബട്ട് സ്റ്റിൽ വീണ്ടും ആൾക്കാരൊക്കെ തന്വിയുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആൾക്കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ഇതിനൊക്കെ ശേഷം ഈ ആളുകളെല്ലാം ചേർന്ന് അഹന കൃഷ്ണനെ ഭയങ്കര ഭീകരമായിട്ട് പേഴ്സണൽ അറ്റാക്കും ബുള്ളിയിങ്ങും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കണ്ടു.
ചിലതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അറച്ചു പോയി കേട്ടോ. അതിലൊന്നെന്ന് പറയുന്നത് അവരുടെ ഫിയാൻസറുടെ അടുത്ത് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ, ഇവർ ഇത്തരക്കാരിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. രണ്ടാമത്തേത് മനുഷ്യരുടെ പ്യുവർ ജലസിയിൽ നിന്നുണ്ടാകുന്ന ഒരു കമന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ ഒന്നുമല്ല, എന്തൊക്കെയായിരുന്നു അവളുടെ ഒരു H&M, സാറ ബ്രാൻഡ് ഇട്ട് നടന്നതുകൊണ്ട് മാത്രം കൾച്ചർ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാരുടെ കമന്റുകൾ. 3, നിങ്ങളൊക്കെ ഇത്രയ്ക്കും തറയായിരുന്നു, നിങ്ങളെക്കാട്ടിലും ബെറ്റർ ആണ് ഞങ്ങൾ എന്നുള്ള രീതിയിൽ സ്വന്തം ഒരു കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിലും നല്ല ഇമേജ് ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ സെൽഫ് ബൂസ്റ്റ് കൊടുക്കുന്ന കമന്റുകൾ, ഇതൊക്കെയാണ് അഹനയ്ക്ക് നേരെ വരുന്നതായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സത്യം പറയാനോ, ഒന്ന് ഈ മോബ് മെന്റാലിറ്റി, കൂട്ടമായിട്ട് ആളിനെ അറ്റാക്ക് ചെയ്യുക. 2, ഒരാളിനോടുള്ള അല്ലെങ്കിൽ അയാളെക്കാട്ടിലും മോശപ്പെട്ട ജീവിതമാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലുള്ള ലക്ഷറീസ് ഒന്നും നമുക്കില്ലാത്തത് കൊണ്ട് നമുക്കുണ്ടാകുന്ന അപകർഷതാ ബോധമൊക്കെ അവർക്കൊരു പ്രോബ്ലം വരുമ്പോൾ അവർ കുറ്റം പറയാനും അവർക്ക് നേരെ ഉപയോഗിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് കുറേ ആൾക്കാർ കാണുന്നതും, അവരെ ഇങ്ങനെ, അതായത് അഹനകൃഷ്ണനെ ഇങ്ങനെ തെറി വിളിക്കുന്നതിൽ ഭയങ്കര ആനന്ദം കണ്ടുപിടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു കാഴ്ചയൊക്കെ ഞാൻ കണ്ടതാണ്. ഭയങ്കര ചീപ്പായിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ് നമ്മുടെ നാട്ടിലത്തെ കുറേ ആൾക്കാർക്കുള്ളതെന്ന് പറയാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അപ്പം ഇതിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും ഒരാളിനെയും കുറ്റം പറയാനോ ഒരാളിനെയും സപ്പോർട്ട് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു വിഷയം സംസാരിക്കുമ്പം ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തത്, ഈ കുടുംബ വഴക്ക്, കുടുംബത്തിൽ നടക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കൊണ്ടിടാണ്ടിരിക്കാനുള്ള സാമാന്യബോധം മനുഷ്യർ കാണിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ കംപ്ലീറ്റ് ബ്ലെയിമും ഏറ്റെടുക്കേണ്ടത് തൻവി എന്ന് പറയുന്ന ഇവരുടെ കസിനാണ്. ആ പെൺകുട്ടിയാണ് ആദ്യമായിട്ട് വളരെ ഇമ്മച്വേർഡ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റ് അവിടെ കൊണ്ടിട്ടത്. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് ഡിഫെൻഡ് ചെയ്യും, ഓക്കെ തൻവി ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. നാട്ടിലുള്ള അമ്മൂമ്മയുടെ മകൾ നോക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കുറ്റം വരാൻ പോകുന്നത് ഇവരുടെ മകളായിട്ടുള്ള സിന്ധു കൃഷ്ണയ്ക്കും ഓഫ്കോഴ്സ് അവരുടെ ഫാമിലിക്കുമാണല്ലോ. അപ്പോൾ അതറിഞ്ഞിട്ട് പെരുമാറിയില്ല എന്ന് പറയുന്നത്, 2 കുട്ടികളുടെയൊക്കെ ഒരു അമ്മയായിട്ടുള്ള സ്ത്രീ അങ്ങനെ ചെയ്തത് ഒക്കെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. സോ അത് വളരെ ഇമ്മച്വേർഡ് ആയിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. ഇനി രണ്ടാമത്തത്, ഇതൊക്കെ കണ്ടിട്ട് ഇതിലൊക്കെ അഭിപ്രായം പറയുന്നത് നാട്ടുകാരോടാണ്. ഈ ഫാമിലി ഡൈനാമിക്സ് എന്നൊക്കെ പറയണ കാര്യം, അത് ഭയങ്കര വർഷങ്ങളൊക്കെ എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്കാർക്കും അറിയില്ല ഇത്രയും വർഷങ്ങളിൽ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഈ അമ്മൂമ്മ എന്ന് പറയുന്ന വിക്റ്റിമായിട്ട് ഇപ്പം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ വ്യക്തിയും അതുപോലെ തന്നെ ഇവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അടങ്ങുന്ന ഫാമിലിയിൽ കൊച്ചുപ്രായം തൊട്ട് വലിയ പ്രായം വരെ എന്തൊക്കെ ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ആളുകളുടെ ടെമ്പർ നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി, എന്തൊക്കെ തരം എസ്കലേഷൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതൊന്നും നാട്ടുകാർക്ക് അറിയില്ല. ഫാമിലി ഡൈനാമിക്സ് ഒരുപാട് വർഷങ്ങളുടെ ഒരു കളക്റ്റീവ് സാധനം കൂടിയാണ്. അപ്പോൾ ഒരിക്കലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് പക്ഷം പിടിക്കാൻ നിൽക്കുക, അതൊക്കെ കണ്ടിട്ട് ഓരോരുത്തരെ തെറി വിളിക്കാൻ നിൽക്കുക എന്നൊക്കെ പറയണത് വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇനിയുള്ളത്, എന്നെ ആരും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അമ്മൂമ്മേൻ്റെ ആ ഒരു ഭാഗം നോക്കിയിട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളതാണ്. ഈ ഫാമിലിയിൽ ഈ എൽഡേഴ്സിനെ കെയർ ഗിവ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം പലപ്പോഴും ഭയങ്കര മെസ്സി ആയിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല കുടുംബങ്ങളിലും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ അമ്മൂമ്മ അപ്പൂപ്പൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ എൽഡേർലി സിറ്റിസന്റെ ഒക്കെ മക്കള് അവരെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി കെയർ കൊടുക്കുന്നുണ്ടായിരിക്കും ചില സമയത്ത്, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഓൾഡ് പാരൻസിന് അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള വ്യക്തികൾക്ക് ചിലപ്പം എന്ത് കിട്ടിയാലും മതിയാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് കിട്ടിയാലും പോരാ എന്നെ നോക്കുന്നില്ല എന്നുള്ള രീതിക്കുള്ള ഒരു പെരുമാറ്റമായിരിക്കും ചിലപ്പോഴൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കാം. ഇതിൽ നമ്മൾ 2 കൂട്ടറിനെ കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. ചില ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ പിടിവാശിക്ക് മുമ്പ് കൊച്ചു കുട്ടികൾ വരെ തോറ്റു പോകുന്ന സാഹചര്യം നമ്മൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ വീട്ടിലെ ആൾക്കാരും എല്ലാ ഹോം നേഴ്സിനെയൊക്കെ വെച്ച് നോക്കാൻ പ്രിവിലേജ്ഡ് ആയിരിക്കില്ല. പലരും 2 പേരും രാവിലെ തൊട്ട് രാത്രി വരെ ജോലിക്കൊക്കെ പോയിട്ട് വീട്ടിലെ ആൾക്കാരെ നോക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പം ഇവർക്ക് ജോലിയുടേതായിട്ടുള്ള സ്ട്രെസ്സ്, EMIയുടേതായിട്ടുള്ള സ്ട്രെസ്സ്, വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള സ്ട്രെസ്സ്, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഈ പാരൻസിൻ്റെ ഈ ഒരു ദുർവാശിയൊക്കെ കാണുന്ന സമയത്ത് മൊത്തം കുടുംബത്തിലെ സാഹചര്യങ്ങൾ മെസ്ഡപ്പ് ആകുന്ന സാഹചര്യവും ഉണ്ടാവാം. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ അമ്മുമ്മയൊക്കെ അവരുടെ പ്രായമായിട്ടുള്ള കാലഘട്ടത്തിൽ താമസിച്ചുകൊണ്ടിരുന്നത് തറവാട്ട് വീട്ടിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മളെപ്പോൾ പോയാലും അമ്മുമ്മയുടെ അടുത്ത് അമ്മുമ്മ എന്തുണ്ട് വിശേഷം, എങ്ങനെ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അമ്മുമ്മ കരയാൻ തുടങ്ങും. എന്നിട്ട് പുള്ളിക്കാരത്തി പറയും, എനിക്കിന്ന് ഫുഡൊന്നും തന്നിട്ടില്ല, എനിക്ക് രാവിലെ ഒന്നും തന്നില്ല, എനിക്ക് കഞ്ഞി തന്നില്ല, ചോറ് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയാൻ തുടങ്ങും. ആക്ച്വലി എൻ്റെ വല്യമ്മ വളരെ ഭംഗിയായിട്ട് എല്ലാവരെയും ഫീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു ആശ്വാസം.
അപ്പം പുള്ളിക്കാരത്തി ചുമ്മാ നമ്മളെ കാണുന്ന സമയത്ത് പരാതിയുടെ കെട്ടുകൾ ഇങ്ങനെ അഴിക്കുന്നതാണ്. പക്ഷെ അതിൽ വാസ്തവമൊന്നും ശരിക്കും ഉണ്ടാവാറില്ല. ഇതുപോലെ സംസാരിക്കുന്ന ഒരുപാട് അമ്മൂമ്മമാർ ഒരുപാട് വീടുകളിലുണ്ട്. അപ്പം ഇതെല്ലാം വാസ്തവമായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. പിന്നെ ഫാമിലി കെയർ ഗിവിങ്ങിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടാവുന്നത് മിക്കവാറും എല്ലാ ഫാമിലീസിലും നടക്കുന്ന ഒരു കാര്യവുമാണ്. പിന്നെ ഇതിനകത്ത് പക്ഷം പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, വിച്ച് ഇസ് ഈ കസിന്റെ പെരുമാറ്റം സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതായത് ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രോബ്ലം ഫാമിലിയിൽ സോൾവ് ചെയ്യുന്നതിന് പകരം അത് സോഷ്യൽ മീഡിയയിലോട്ട് വലിച്ചിട്ട് ആകെ മെസ്ഡപ്പ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ വളരെ മോശമാണ്. അത് ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഇത് പല ആൾക്കാർക്കും ഒരു പാഠവുമാണ്. വിച്ച് ഇസ് എന്താ പറയുക, ഇപ്പം നമ്മൾ കുറേ ആൾക്കാരുണ്ടായിരിക്കും നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന ചില വിഷയങ്ങൾ നമ്മൾ കസിൻസിനോടൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ തീരട്ടെ എന്നുള്ള രീതിയിൽ കസിൻസിനോടൊക്കെ വളരെ കാര്യമായിട്ട് സംസാരിക്കും. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവരോട് കസിൻസിനോടൊക്കെ സംസാരിക്കും. അപ്പോൾ ഈ സംസാരിക്കുമ്പം ചിലപ്പം ഈ കസിൻസ് നാളെ അത് നമുക്ക് എതിരായിട്ടുള്ളൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കാൻ ഉള്ള ഒരു സാമാന്യ ബോധം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ആരൊക്കെ ആയിരിക്കും ഭാവിയിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോവുക, അതും സോഷ്യൽ മീഡിയയുടെയും വീഡിയോസൊക്കെ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു കാലഘട്ടമൊക്കെയാണ്. ഇതൊക്കെ ഓരോ ഫാമിലിയിലെയും ആൾക്കാർ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു മെസ്സേജും ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് കിട്ടാനുണ്ട്. ഇനി ഈ ഒരു ഇഷ്യൂവിൽ തൻവീനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുകയും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് അഹാനകൃഷ്ണനെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാവർക്കും ഉള്ളത് ഒരു തരം അസൂയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് ഇവരുടെ ഫാമിലി ഡൈനാമിക്സിൽ കയറി ഇടപെടാനോ അങ്ങനെ താല്പര്യങ്ങളൊന്നും ജനങ്ങൾക്കില്ല. അല്ലെങ്കിൽ ആ അമ്മൂമ്മേനെ ആരെങ്കിലും ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നും ഈ കാണുന്ന ആൾക്കാർക്കൊന്നുമില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് 100% ജലസി, അപകർഷതാ ബോധമൊക്കെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളെല്ലാവരും എന്താ പറയുക, നമ്മുടെ അതേ പ്രായത്തിലുള്ള ആൾക്കാർ, നമ്മളെക്കാട്ടിലും കൊച്ചു പിള്ളേരൊക്കെ ഭയങ്കര സെറ്റിലായിട്ടുള്ള ഒരു ജീവിതമൊക്കെ ജീവിക്കുന്നത് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും മെച്ചപ്പെട്ടൊരു ജീവിതമൊക്കെ ജീവിക്കുന്നത് കാണുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് ലൈഫല്ലേ അങ്ങനത്തെ ഒരു തോന്നൽ വരാം. ഇത് ഡെയിലി കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി അസൂയൊക്കെ വരും. അസൂയയും തോന്നലൊക്കെ ഉണ്ടെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യുക, അതിനെ നല്ല എനർജി ആയിട്ട് ചാനൽ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് സാധാരണ നല്ല മനുഷ്യന്മാർ ചെയ്യുക. എല്ലാവർക്കും വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ ഞാൻ കണ്ടത് ഭയങ്കര ഭീകരമായിട്ടുള്ള അസൂയ ഇവർക്കെതിരായിട്ടുള്ള വെപ്പണായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രാൻഡഡ് ഡ്രസ്സ് ഇട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് കൾച്ചർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതായത് ബ്രാൻഡഡ് ഡ്രസ്സ് മേടിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല, പക്ഷെ എനിക്ക് കൾച്ചറുണ്ട്. നിങ്ങൾക്ക് ബ്രാൻഡഡ് ഡ്രസ്സ് മേടിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കൾച്ചർ ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വയം ബാലൻസ് ചെയ്യുന്നൊരവസ്ഥ ആൾക്കാർ കൊണ്ടുവരികയാണ്. ഇനി ഇതിലത്തെ ഒരു റിയാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കമൻ്റ് ഇട്ട് പുളകം കൊള്ളുന്നവരുടെയും പേഴ്സണൽ അറ്റാക്ക് നടത്തുന്നവരുടെയൊക്കെ വീട്ടിലെ പലരുടെയും അവസ്ഥ ഇതിനേക്കാട്ടിലും മോശമായിരിക്കും. പലർക്കും എന്താ പറയുക, വീട്ടിലെ പാരൻസായിട്ട് ഭയങ്കര മെസ്റ്റപ്പ് സിറ്റുവേഷൻ ആയിരിക്കും. ചില ആൾക്കാർക്ക് ഇൻലോസ് പ്രോബ്ലം അതിഭീകരമായിരിക്കും. വേറെ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഗ്രാൻഡ് പാരൻസുമായിട്ടൊക്കെ അബാൻഡ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തം സ്വന്തം ലൈഫിൽ ഭയങ്കര പ്രശ്നങ്ങളുള്ള ആൾക്കാരായിരിക്കും വേറൊരാളിനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളെ വിലയിരുത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് വേറെ ആൾക്കാരെ ചീത്ത വിളിക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പും കളയാണ്ട് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നടക്കരുത്. അവനവൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക, എന്നിട്ട് തീരുമാനിക്കാൻ നമുക്ക് മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടണോ സ്വന്തം പ്രശ്നങ്ങളിൽ ഇടപെടണോ എന്നുള്ളൊരു കാര്യം. ഇനി എന്തുകൊണ്ട് നടൻ കൃഷ്ണകുമാറിന്റെ ഫാമിലിക്ക് ഇത്ര അധികം അറ്റാക്ക് എപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതിന് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള കുറച്ച് കാരണങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഇദ്ദേഹം ഒരു നടൻ മാത്രമല്ല, ഇദ്ദേഹം ഒരു പൊളിറ്റീഷ്യനും കൂടിയാണ്. ആൻഡ് ഇദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടി BJP ആണ്. അപ്പം ഹിസ്റ്റോറിക്കലി നമ്മുടെ നാട്ടിൽ ഒരു വലിയ ശതമാനം ആൾക്കാർക്ക് BJP എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പാർട്ടിയാണ്. ഓക്കെ, അപ്പം അതിലൊരാൾ പ്രവർത്തിക്കണമെന്ന് പറയുമ്പം അയാളെ ബുള്ളി ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ ഒതുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു അതിപ്രസരമാണ് ചില സമയത്തൊക്കെ ഇദ്ദേഹത്തിന് നേരെയുള്ള പേഴ്സണൽ അറ്റാക്ക് ജാതീയമായും വംശീയമായും ഒക്കെ മാറാറുള്ളതും അത് ഭയങ്കര ബുള്ളിങ്ങിലോട്ട് പോകാറുള്ളതെന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തത് ആ ഫാമിലിയുടെ ഒരു ഇൻഫ്ലുവൻസിങ് കപ്പാസിറ്റിയോട് ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലിയിലെ മുഴുവൻ ആൾക്കാരും ഏത് നേരം യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു.
അവരതിന്ന് ഇൻകം ഉണ്ടാക്കുന്നു. ആ ഫാമിലിയിലെ ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായും തണലായിട്ടൊക്കെ നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നു ഇവരുടെ കുടുംബത്തിൽ ഒരു വിവാദം ഉണ്ടായാൽ കൊള്ളാം എന്നുള്ളൊരു തോന്നലും കൊണ്ടും കൂടിയാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം എന്താ പറയുക, മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സംഗതി ഇവിടുത്തെ റിയാക്ഷൻ വീഡിയോക്കാരും എടുക്കാറുണ്ട്. അപ്പോൾ കൃഷ്ണകുമാരൻ ഫാമിലിയിൽ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ വ്യൂവർഷിപ്പും കാര്യങ്ങളും കിട്ടുന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് കുറേയധികം ആൾക്കാർക്ക് ഉണ്ട്. അത് നമുക്ക് കണ്ടാൽ അറിയാവുന്നതേ ഉള്ളൂ. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, അൽഗോരിതത്തിന് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റുകളൊക്കെയാണ് ഇഷ്ടം. അതാണ് ഇത് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യുക. കാരണം ആൾക്കാർക്ക് നെഗറ്റീവ്സ് കാണാനും ഈ പ്രശ്നങ്ങളും കുശുമ്പ് പ്രോബ്ലംസ് ഒക്കെ കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അതുകൊണ്ട് നെഗറ്റീവ് ഇഷ്യൂസിനെ പുഷ് ചെയ്യാനാണ് ഇതിൻ്റെയൊക്കെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അൽഗോരിതത്തിനും താല്പര്യം. അപ്പം നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഈ ഒരു ഇഷ്യൂസിലൊക്കെ പെട്ടിട്ടിരിക്കേണ്ട ആൾക്കാരാണോ, മോബ് കൾച്ചറിന്റെ ഭാഗമായിട്ട് ആൾക്കാരെ ബുള്ളി ചെയ്യേണ്ട ആൾക്കാരാണോ, അതോ ആരുടെയോ കുടുംബം ആരുടെയോ പ്രശ്നം എന്നുള്ള രീതിയിൽ അത് മൈൻഡ് ചെയ്യാണ്ട് ശാന്തി സമാധാനം എന്ന് കരുതിയിട്ടിരിക്കേണ്ട ആൾക്കാരാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം നല്ല കാര്യങ്ങൾ തീരുമാനിക്കുക. ആൻഡ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള സമയത്ത് സെലിബ്രിറ്റീസിനോടാണെങ്കിലും എന്നോട് തന്നെയാണെങ്കിലും കാണുന്നവരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, സൈലൻസ് ആണ് ഏറ്റവും നല്ല മെഡിസിൻ. ആരെങ്കിലും ഒരാൾ പ്രകോപനപരമായിട്ടുള്ള ഒരു കാര്യം പറയുന്ന സമയത്ത് എടാ എന്ന് പറഞ്ഞിട്ട് മറ്റേ ജഗതിയുടെ മീമിൽ ജഗതി എണീറ്റ് പോകുന്നത് പോലെ പോവാണ്ട് സൈലൻസ് ആയിട്ടിരിക്കുക. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സൈലൻസ് ആകുമ്പം നമ്മൾ വയലൻ്റ് ആവണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാർ ഇറിറ്റേറ്റഡ് ആവും. ദിൽ കീപ് എക്സ്പോസിങ് ദെംസെൽഫ്. അങ്ങനെ ഒരു പ്രശ്നം ഒരു സൈഡിലുണ്ടാവും, ദെംസെൽഫ്സ്. അതൊരു സാധനം അവിടെ സംഭവിക്കുമ്പം ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ കോൺഫിഡൻസും കരുത്തും കൂടും. പ്രോബ്ലംസ് ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ചെയ്യില്ല. ഭയങ്കര വെള്ളിയാണെന്ന് പറയണത് മുഴുവൻ എസ്കലേറ്റ് ചെയ്യില്ല. മാത്രമല്ല നമുക്ക് നമ്മളിങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കാനുള്ള ഒരു പ്രഷർ കൂടുതലായിട്ട് നമുക്കുണ്ടാവില്ല. ശാന്തി സമാധാനം ഒക്കെ ഉണ്ടാവും. അപ്പം സൈലൻസ് ആണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ല മരുന്ന്. പ്ലസ് ഞാൻ നേരത്തെ ജൂലിയസ് സീസറിന്റെ കഥ ഉദ്ധരിച്ച് പറഞ്ഞ മോബ് മെന്റാലിറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ചേർന്നിട്ട് പ്രശ്നം ഉണ്ടാക്കൽ ആവരുത് നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക ലക്ഷ്യം. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താണ്? ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കുക, ലോജിക്കലായിട്ട് ചിന്തിക്കുക, ആൾക്കാരെ ബുള്ളി ചെയ്യാണ്ടിരിക്കുക, പേഴ്സണലി അറ്റാക്ക് ചെയ്യാണ്ടിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം അത്യാവശ്യം പറയാനുള്ളതൊക്കെ പറഞ്ഞ് തീർത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ തരാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.